നമസ്കാരം. മൊറോക്കൻ അഭയാർത്ഥികൾ സ്പെയിൻ കീഴടക്കി. ബംഗ്ലാദേശികളും റോഹിംഗ്യകളും ഇന്ത്യയെ കീഴ്പ്പെടുത്തും. സ്പെയിനിലെ സൂട്ടയിലേക്ക് 50,000-ത്തിലധികം വരുന്നൊരു ജനക്കൂട്ടം. അവർ അതിക്രമിച്ചു കയറിയതും ഭരണകൂടം നിസ്സഹായരായി കാണപ്പെട്ടതും ലോകരാജ്യങ്ങൾ ഏറെ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യക്ക് സമീപവും നടക്കുന്നതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇന്ത്യ ഒരു വശത്ത് പാകിസ്ഥാനെയും മറുവശത്ത് ബംഗ്ലാദേശിനെയും നേരിടുകയാണ്. രണ്ട് ദരിദ്ര രാഷ്ട്രങ്ങളാണ് ഇവ രണ്ടും. അപ്പോൾ ഈ രാജ്യങ്ങളിലെ ദൈനംദിന സാഹചര്യങ്ങൾ വളരെ മോശമാണ്. അവിടെ താമസിക്കുന്ന ആളുകൾ ഇന്ത്യയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയും കുടിയേറാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. മുൻ ഇന്ത്യൻ ആർമി ഓഫീസറായിട്ടുള്ള സഞ്ജയ് അഗർവാൾ സൺഡേ ഗാർഡിയനിലെ ഒരു ലേഖനത്തിൽ ഒരു സാഹചര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇന്ത്യക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ട് വിശേഷിപ്പിച്ചിരുന്നു. അതായത് ജൂലൈ 30-31 തീയതികൾ അപ്രതീക്ഷിതവും അഭൂതപൂർവമായിട്ടുള്ള ഒരു മാനുഷിക സുരക്ഷാ പ്രതിസന്ധി സ്പെയിനിലെ സ്യൂട്ടയുടെ അതിർത്തികളെ അസ്ഥിരപ്പെടുത്തിയിരുന്നു. വടക്കൻ ആഫ്രിക്കൻ തീരത്ത് 18.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു സ്പാനിഷ് സ്വയംഭരണ നഗരമാണ് സ്യൂട്ട. ഈ ജിബ്രാൾട്ടർ കടലിടുക്കിലും സ്പെയിനിൻ്റെ പ്രധാന ഭൂപ്രദേശത്തിന് നേരെ എതിർവശത്തും സ്ഥിതി ചെയ്യുന്ന സ്യൂട്ട അതിൻ്റെ സഹോദര നഗരമായിട്ടുള്ള മെല്ലിലയുമായി ചേർന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡവുമായിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ്റെ ഏക കര അതിർത്തി കൂടിയാണ്. മൊറോക്കൻ അഭയാർത്ഥികൾ സ്പെയിനിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. അതായത് ആയിരക്കണക്കിന് മൊറോക്കൻ അഭയാർത്ഥികൾ ഈ സ്പെയിനിൻ്റെ അതിർത്തികൾ കൈവശപ്പെടുത്തിയപ്പോൾ അവരെ സംരക്ഷിക്കുവാൻ ഏകദേശം 55 സ്പാനിഷ് സൈനികരെ മാത്രമേ അന്ന് വിന്യസിച്ചിരുന്നുള്ളൂ. 50,000 മുതൽ 60,000 വരെ അഭയാർത്ഥികളുടെ ഒരു തിരമാല വളരെ അനധികൃതമായിട്ട് സ്പാനിഷ് അതിർത്തി കടന്നപ്പോൾ മുഴുവൻ സംവിധാനവും തകർന്ന് തരിപ്പണമായി. വടക്കേ ആഫ്രിക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്പെയിനിലെ ഒരു ചെറിയ സ്വയംഭരണ പ്രദേശമാണ് സ്യൂട്ട എന്ന് പറയപ്പെടുന്നത്. ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗ്ഗമായിട്ടുള്ള മൊറോക്കോയോട് ചേർന്ന് നിൽക്കുന്ന ഇതിൻ്റെ കര അതിർത്തി കൂടിയാണിത്. എന്തുകൊണ്ടാണ് ഇതിനെ അസമീകൃത യുദ്ധം എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നത്? അതായത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു രാജ്യത്തിന് നേരിട്ടുള്ള സൈനിക സംഘർഷം നേരിടാൻ കഴിയാത്തപ്പോൾ എതിർ രാജ്യത്തെ ദുർബലപ്പെടുത്തുവാൻ കുടിയേറ്റത്തെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്നു. ഇത് സംസ്ഥാനം സ്പോൺസർ ചെയ്യുന്ന ഒരു പ്രതിസന്ധിയായിട്ട് മാറുന്നു. മൊറോക്കോ പോലുള്ള രാജ്യങ്ങൾ മനഃപൂർവ്വം അതിർത്തികളിൽ ഇളവ് വരുത്തുകയോ കുടിയേറ്റക്കാരെ രാജ്യത്തേക്ക് പ്രവേശിക്കുവാൻ അനുവദിക്കുകയോ ചെയ്യുന്നത് മറ്റു രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ, സമ്പദ്വ്യവസ്ഥ, സാമൂഹ്യ ഘടന എന്നിവ തകർക്കുന്നതിനാണ്. സാമ്പത്തിക സഹായം, വിസ ഇളവുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ അംഗീകാരം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ എതിർ സർക്കാരിനെ നിർബന്ധിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. സുപ്രീം കോടതി നിയമപരമായിട്ടുള്ള കാര്യം, അതായത് 2026 ജൂലൈ 8 കടലിൽ പിടിക്കപ്പെടുന്ന കുടിയേറ്റക്കാരെ ഉചിതമായിട്ടുള്ള നടപടികളില്ലാതെ, അതായത് നടപടിക്രമങ്ങൾ പാലിക്കാതെ ഉടനടി തിരിച്ചയക്കാൻ കഴിയില്ല എന്ന് സ്പാനിഷ് സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിക്കുന്നു. അതായത് ഈ സ്പെയിനിൻ്റെ ദുർബല നിയമങ്ങൾ മൊറോക്കോ മുതലെടുക്കുന്നത് എവിടെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് മാരിടൈം പുഷ്ബാക്ക് എന്നറിയപ്പെടുന്ന ഒരു രീതിയാണ്. മനുഷ്യക്കടത്ത് ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും ഈ വാർത്തയൊക്കെ തെറ്റായി ചിത്രീകരിക്കുന്നു. ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വൈറലായിട്ടുള്ള വീഡിയോകൾ ജലമാർഗം എത്തുന്ന ആർക്കും സ്പെയിൻ തുറന്ന അതിർത്തി നയം നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് ഏകദേശം ആയിരക്കണക്കിന് വരുന്ന ആൾക്കാർ മൊറോക്കൻ പട്ടണമായിട്ടുള്ള ഫ്രെഡറിക്കിലേക്ക് ഒഴുകിയെത്തുന്നു. ഇടുങ്ങിയ കടൽ നീന്തി സ്യൂട്ടയുടെ തീരത്തേക്ക് എത്തുന്നവർ സിംഹാസനത്തിൽ നിന്ന് ദേശീയ ആഘോഷവേളയിൽ മൊറോക്കോയുമായുള്ള അതിർത്തി നിരീക്ഷണത്തിലെ അയഞ്ഞ സമീപനം ജനക്കൂട്ടത്തെ കൂടുതൽ അവിടേക്ക് എത്തുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇന്ത്യക്കുള്ള പാഠങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മ്യാൻമാറിൽ നിന്നുള്ള റോഹിംഗ്യൻ കുടിയേറ്റത്തെക്കുറിച്ചും ബംഗ്ലാദേശ് പാകിസ്ഥാൻ അതിർത്തികൾക്കിടയിലൂടെയുള്ള അനധികൃത നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചും ഇന്ത്യ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതൊരു മാനുഷിക പ്രശ്നമല്ല, മറിച്ച് ഇതൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഹൈബ്രിഡ് സുരക്ഷാ ഭീഷണിയാണ്. മൊറോക്കൻ അഭയാർത്ഥികൾ ഇതിനൊരു മാതൃക നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ മ്യാൻമാറിലോ രാഷ്ട്രീയമോ സാമ്പത്തികവുമായിട്ടുള്ള ഘടനകൾ തകരുമ്പോൾ സർക്കാരുകൾക്കോ ആഭ്യന്തര ശക്തികൾക്കോ ഈ നിർബന്ധിത കുടിയേറ്റം ഇന്ത്യക്കെതിരായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ആയുധമായിട്ട് ഉപയോഗിക്കാം. റോഹിംഗ്യകളും ബംഗ്ലാദേശി അഭയാർത്ഥികളുമായിട്ട് ഇന്ത്യ ഇതിനകം തന്നെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ബംഗ്ലാദേശിൽ ഇന്ത്യക്കെതിരെ വിഷം ചുറ്റുമ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന ബംഗ്ലാദേശികൾ പോകാൻ വിസമ്മതിക്കുന്നു. അതിനാൽ ഇന്ത്യയുടെ ആഭ്യന്തര കുടിയേറ്റ നിയമങ്ങൾ, അഭയാർത്ഥി മാർഗ്ഗനിർദ്ദേശങ്ങൾ, കോടതി തീരുമാനങ്ങൾ എന്നിവ വളരെ ശക്തവും വ്യക്തവുമാണ് എന്ന് ഇന്ത്യ ഉറപ്പാക്കണമെന്നാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു സഞ്ജയ് അഗർവാൾ വ്യക്തമായി പറയുന്നത്. നിയമത്തിലെ അവ്യക്തതകൾ മുതലെടുക്കാൻ അതിർത്തി കടന്നുള്ള കള്ളക്കടത്ത് സംഘങ്ങൾക്ക് അവർക്ക് ഉപയോഗിക്കാവുന്ന പഴുതുകൾ നാം ഒഴിവാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ തീർച്ചയായിട്ടും ശരിയായ സമയത്തെടുത്ത ശക്തമായിട്ടുള്ള നടപടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും മൊറോക്കൻ അഭയാർത്ഥികൾ എങ്ങനെയാണോ സ്പെയിൻ കീഴടക്കിയത്, അതിന് തുല്യമായിരിക്കും ബംഗ്ലാദേശികളും റോഹിംഗ്യകളും ഇന്ത്യയെ കീഴ്പ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്ന് പറയുക.